അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദൽവി ആണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അങ്ങനെ ബിസ്മിസ് സൈദൽവി എന്നുള്ളത് ചളവറ പഞ്ചായത്തിലാണ്. ചളവറ പഞ്ചായത്തിൽ ചളവറ ടൗണിൻ്റെ അടുത്താണ്, ചളവറ സ്കൂളിൻ്റെ അടുത്താണ്. വെറും 500 മീറ്ററാണ് നമുക്ക് ചളവറ ടൗണിൽ നിന്നുള്ള ദൂരം. ഇവിടെ നമുക്ക് 17 സെൻറ്റ് സ്ഥലം, അതുപോലെ തന്നെ 3 ബെഡ്റൂമുള്ള നല്ലൊരു വീട്, ലഗ്രാൻ ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വീടാണ്. വീട് കാണുമ്പോൾ നിങ്ങൾക്ക് പഴക്കം തോന്നും, പക്ഷേ അടാറ് വീടാണ്. വേണ്ട, തെങ്ങുണ്ട്, മാവുണ്ട്, പുളിയുണ്ട്, അങ്ങനെ ഓരോ വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യങ്ങളുള്ളത് വേണോ ചുറ്റോടും മതിൽ കണ്ടോ, ഫുള്ള് കോമ്പൗണ്ട് വാൾ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാവുണ്ട് കണ്ടോ, തെങ്ങുണ്ട്, പ്ലാവുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ പോലെ നമ്മൾ ആദ്യമാണ് വില പറയുന്നത്. ഇവിടെ ഇതിന് തൊട്ടത് 1 സെൻറ്റ് കച്ചവടം കഴിഞ്ഞിരിക്കണം, 1 സെൻറ്റ് സ്ഥലം കച്ചവടം കഴിഞ്ഞിരിക്കുന്നത് 1,60,000 1,60,000. പക്ഷേ ഇത് നമ്മൾ അത്രയൊന്നും പറയില്ല, നമുക്ക് സ്ഥലത്തിൻ്റെ വില കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ 17 സെൻറ്റ് സ്ഥലവും ഓപ്പൺ കിണറോട് കൂടിയിട്ടുള്ള നല്ല ശുദ്ധമായ വെള്ളവും എല്ലാം ഉള്ള സാമഗ്രികൾ എല്ലാം ഉൾപ്പെടെ ഇതിൻ്റെ ആദ്യം വില പറയണം. എന്താണെന്നറിയോ, എൻ്റെ ഹബീബി, നിങ്ങൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വെച്ചിട്ടാണ്. നിസാര വിലയുള്ളൂ, 31 ലക്ഷം. ഇത് നമ്മൾ തീരുമാനിച്ച വിലയാണ്. കാരണം ഈ വീട്ടുകാർ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ മതി വില എന്ന് പറഞ്ഞിരിക്കുക. കാരണം അവർക്ക് മാർക്കറ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവരിനോട് 35 കിട്ടൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം ആ സ്ഥലത്തിൻ്റെ, കാരണം അപ്പോൾ അവിടെ കച്ചവടം കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് 1,60,000. അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയെ പറയുള്ളൂ. അപ്പോൾ ടോട്ടൽ 31 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 17 സെൻറ്റ് സ്ഥലം, അത് കോമ്പൗണ്ട് വല്ലതെല്ലാം കുറിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം മുതൽ അവസാനം വരെ കാണാം. എല്ലാ വാഹനത്തിനും വരെയുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, ഇതാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ്, ഇതാണ് ചളവറ ടൗണ്. ഈ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കൈലിയാട് വഴി കുളപ്പുള്ളി, അങ്ങനെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, ആ റോഡ് തൃശ്ശൂർക്ക് ഇങ്ങനെ പോകാം. ഈ ഭാഗത്ത് കൂടെ ഇപ്പുറത്തേക്ക് റോഡ് കാണാം നിങ്ങൾക്ക്, കോതക്കുറിശി, അനങ്ങനടി, അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് കണ്ടോ. അപ്പോൾ ഈ ടൗണിൽ നിന്ന് 400 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന വീടിൻ്റെ ദൂരം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ളതാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടപ്പുറത്തുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ളതില്ല. അപ്പോൾ എല്ലാ വാഹനവും ഇവിടെ കിട്ടും, ഏത് ഭാഗത്തേക്കുള്ള ബസ്സും ഈ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് പോവുക, കാണുക. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ചളവറ എന്ന് വരുന്ന റോഡാണിത്. ചളവറക്ക് ഇവിടുന്ന് ആകെ 500. ഇപ്പം നിങ്ങൾ കണ്ട അങ്ങാടി, നിങ്ങൾ കണ്ട ടൗണ്, അവിടുന്ന് 500 മീറ്റർ സ്കൂൾ അടുത്ത്, ഹയർ സെക്കൻഡറി സ്കൂൾ അടുത്ത്, എല്ലാ സൗകര്യവും അംഗനവാടി മുതലൊക്കെ അടുത്ത്. അതാ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് 1,60,000 രൂപയ്ക്ക് കച്ചവടം കഴിഞ്ഞു പറഞ്ഞത്, ആ വീട് കയറുന്നത്. ഞാൻ അതിൻ്റെ അപ്പുറത്തും അതാ വീട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഇതാണ് നമ്മുടെ മുതൽ. കണ്ടില്ലേ ഇതിങ്ങനെ ബാക്കിൽ കൂടെ, നമ്മുടെ സ്ഥലത്തിൻ്റെ ബാക്കിൽ കൂടി റോഡാണ് കണ്ടോ. ഈ സൈഡിലും റോഡാണ് കണ്ടോ. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. ഇത് ചളവറ പഞ്ചായത്തിലാണ്, ചളവറ അങ്ങാടിയിലാണ്. ഇങ്ങോട്ട് വരിക, നമ്മുടെ സ്ഥലം എങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് ഇവിടെ കൊടുത്തിരിക്കണേ, വഴി കേട്ടോ. അതോ 4 പുറം വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയും കൂടിയാണ് ഇവിടെ കേട്ടോ, അല്ലാതെ ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇതിനൊക്കെയുള്ള വീടുകൾ നോക്കിയേക്കാം നിങ്ങൾ ഹബീബിങ്ങളെ കേട്ടോ. അപ്പോൾ 4 പുറം വീടുകളുള്ള ഏരിയ, വാഴ മുതൽ, പ്ലാത്തയ്യ് മുതൽ, മാവും തെയ്യ് മുതൽ, തെങ്ങും തെയ്യ് മുതൽ, എല്ലായിടത്തും വീടാണ് കണ്ടോ. നല്ലൊരു തൊടി, നല്ലൊരു പച്ചപ്പുള്ള തൊടി കണ്ടോ. നമ്മുടെ വാഹനത്തിന് എങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് മുറ്റത്ത് 4 വാഹനം 5 വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട് കണ്ടോ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് തെങ്ങുകൾ നിങ്ങൾ എണ്ണിക്കോളി, അതിൻ്റെ ഇടയിൽ തേക്കുണ്ട്, അതിൻ്റെ ഉള്ളിൽ പ്ലാവുണ്ട്, മാവുണ്ട്. മാവ് അത് കാണിച്ചു കൊടുക്കും. കോമ്പൗണ്ടാണ് ആദ്യം കാണി, വീടിൻ്റെ ബാക്കിലേ കാണി, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും സൗകര്യമുള്ളതാണ്. അതുപോലെ തന്നെ വീട് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഡ്രസ്സ് അലക്കിയിടാനും കാര്യങ്ങൾക്കും സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നല്ല റൂഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറ്റം, അത്യാവശ്യം സ്ഥലം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട് കണ്ടോ. ഇങ്ങനെ ഒരു തൊടിയാണ് സാധാരണക്കാരൻ ആഗ്രഹിക്കുക. കാരണം എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നുണ്ട് ഒന്നില്ല എന്നുള്ളതില്ല. നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കേട്ടോ. ഇപ്പോൾ കിണറൊക്കെ കാണുമ്പോൾ നമ്മളെന്താ സമയം ഒഴുകുള്ളൂ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കാണിച്ചു കരിങ്കല്ല് കൊണ്ട് എടുത്ത കിണറാണ്. കാണിച്ചു കൊടുത്താൽ കരിങ്കല്ല് കൊണ്ട് വെട്ടി അല്ലേ. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ
തെങ്ങാണ്. ഈ ഭാഗത്ത് കൂടെയൊക്കെ സാധാ അടുപ്പ് ഇവിടെ ഉണ്ട്. പുറത്തേക്ക് അടുക്കള ഭാഗത്ത് ഗ്രില്ലുണ്ട്. മോൾ നമുക്ക് കയറാനുള്ള കോണി ബാക്കിലുണ്ട് ആണോ, തുണി അലക്കാനും പോകാനും സൗകര്യത്തിന്. അതുപോലെ തന്നെ ബാത്റൂം അത് കുളി റൂം ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിൽ കണ്ടെങ്കിൽ മതിൽ അല്ല ബാക്കിൽ. അപ്പോൾ എല്ലാം ആ മതിൽ കെട്ടാൻ മാത്രം എത്ര ആയിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിക്കാം ഈ മതിൽ. കാരണം ഒരു ഹോളോ ബ്രിക്സിൻ്റെ വില ഇപ്പോൾ 35-36 ഉണ്ടോ. ഇത്രയും സ്ഥലം 17 സെൻറ്റ് സ്ഥലം സമചതുരത്തിൽ കിടക്കുന്ന സ്ഥലം കോമ്പൗണ്ട് ഹാള് കെട്ടാൻ. ഇനി വരുന്നവന് ഒരു വർക്കും ഇതിലില്ല. കാരണം ഒരു പെയിൻ്റ് അടിക്കണ്ട, വേറെ എന്തെങ്കിലും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, എല്ലാം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് പോകണം. മുകളിൽ നമ്മൾ എടുത്ത് കാണിച്ചു തരാം. ആ റൂപ്പൊന്ന് കാണിച്ചു കൊടുത്താൽ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ. ആ ആണോ, നല്ല റൂഫ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ 4 പുറം വീടുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഏരിയ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ കാണു പോകാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളത് സിറ്റ് ഔട്ട് ഉണ്ടോ, നല്ല ടൈൽസ്, നല്ല ഇതാണ് കേട്ടോ, സൂപ്പർ ക്വാളിറ്റി അല്ലേ. നോക്കിയേക്കാം നിങ്ങൾ. ഇതാ ഇനി വാ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. അതേപോലെ തന്നെ നല്ല ഡോറ് അല്ലേ, നല്ല ഡോറ്. അതേപോലെ തന്നെ ഇതാ ഉള്ളിലൊക്കെ വലിയൊരു സിറ്റിംഗ് ഹാളാണ് കേട്ടോ. ഈ വിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലാഭമാണ് വാങ്ങണവർക്ക്. ഞാൻ ഇപ്പം എന്താ പറയുക, 35 പറയാൻ പറഞ്ഞാൽ വരും, 35 കമ്മിയായി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നമ്മൾ കേട്ടോ ഈ ചുമരുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ, മേലെ കാണിച്ചു കൊടുക്ക് കേട്ടോ. ഒരു 10-15 വർഷത്തിൻ്റെ ഉള്ളിൽ പഴക്കണ്ടതിന്. പക്ഷേ പഴക്കമുള്ള മാതിരി അറിയില്ല. കാര്യം നമ്മളുള്ളത് ഓപ്പണായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇതാ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല വിശാലമായ വലിയൊരു ബെഡ്റൂം തന്നെയാണ്. എൻ്റെ ഹബീബിങ്ങൾക്ക് വാങ്ങുന്നവർക്ക് എന്തായാലും ലക്കിയാണ്, യാതൊരു സംശയമില്ല. കാരണം ചളവറ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ ഒരു വീട്, അതും ചളവറ ടൗണിനോടനുബന്ധിച്ച് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം തന്നെ. ഇതാ കണ്ടില്ലേ. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, എൻ്റെ ചാനൽ കാണുന്ന മുത്തുമണികളെ എല്ലാവരും ഷെയർ ചെയ്തോളിട്ടാ. ഇതാ 2ാമത്തെ ബെഡ്റൂം നമ്മൾ കാണൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഈ ഹാള് കണ്ടില്ലേ, വലിയൊരു ഹാള്. ഇത്ര വലിയൊരു ഹാൾ എവിടെയെങ്കിലും കണ്ടിട്ട് നിങ്ങൾ. ഇതാ ഇതാ അടുത്തൊരു ബെഡ്റൂം. അപ്പോൾ 3 ബെഡ്റൂമുണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് കേട്ടോ. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോ പ്രവാസികളും ഷെയർ ചെയ്യാം. ഇതും ഒരു പ്രവാസിയുടെയാണ് കേട്ടോ, അർജൻറ്റ് വിൽപ്പനയാണേ. നമ്മുടെ ചാനൽ കൂടുതലും പ്രവാസികളുടെ വീടും പ്രവാസികളുടെ സ്ഥലങ്ങളുമാണ്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിച്ചൺ ആണോ. കിച്ചൺ അത്യാവശ്യം വിശാലമായിട്ടുള്ള നല്ല വലിയൊരു കിച്ചൺ തന്നെയാണ്, ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ കിച്ചണോട് ചേർന്നിട്ട് നമുക്ക് സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഇതല്ലേ ഹബീബിങ്ങൾ കണ്ടില്ലേ, ഇതാ അത്യാവശ്യം വിശാലമായ ഇത് തന്നെയാണ്. ഇനി ഇവിടെ വർക്ക് ഏരിയ ആണെങ്കിലും അതും നല്ല വിശാലമായ വലിയൊരു വർക്ക് ഏരിയയാണ് കേട്ടോ, ചെറുതൊന്നുമല്ല. വർക്ക് ഏരിയയും വലുത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ടൈൽസ് ഇട്ടിട്ട് ഇവിടെ കോമൺ ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ഈ വർക്ക് ഏരിയയിലേ ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ, വാഷ് മെഷീൻ വെക്കാനും മറ്റുള്ള സാധനമൊക്കെ. അപ്പോൾ സൗകര്യം എന്ന് പറഞ്ഞാൽ 1200 സ്ക്വയർ ഫീറ്റാണ് വീട്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വ്യക്തമായിട്ട് പറഞ്ഞുതരാം പോരി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. അപ്പോൾ ഇത് എവിടെ ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ ചെർപ്പുളശ്ശേരി ഇവിടുന്ന് അടുത്താണ്, കൈലിയാട് ഇവിടെ അടുത്താണ്. അതേപോലെ തന്നെ ചളവറ ടൗണ് 500 മീറ്ററാണ് ദൂരം. ആ ടൗണിലുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, ആയുർവേദ ഹോസ്പിറ്റൽ അടക്കം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ് തുടങ്ങി കടകൾ, കമ്പോളങ്ങൾ തുടങ്ങി ഹയർ സെക്കൻഡറി സ്കൂൾ വരെ നമുക്ക് ആ ടൗണിലുണ്ട്. ഏത് ഭാഗത്തേക്കും വാഹനം കിട്ടുന്ന റോഡ്. നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ട് ബസ്സുണ്ട്. ഈ ചളവറയ്ക്ക് നേരിട്ട് ബസ്സുണ്ട്. കുളപ്പുള്ളിയിൽ നിന്നും അതേപോലെ തന്നെ നമുക്ക് വാണിയംകുളത്തു നിന്നും അതുപോലെ തന്നെ ഒറ്റപ്പാലിൽ നിന്നും ചെർപ്പുളശ്ശേരിയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ബസ്സുകളുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, എപ്പോഴും ബസ്സാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, ആ ടൗണിൽ എല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ റേറ്റ്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും 10-17 സെൻറ്റ് സ്ഥലവും ഈ പെരിമ്പാട് എന്തിനാണ് ഈ വിലക്ക് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇവർക്ക് പൈസക്ക് ആവശ്യമില്ല എന്നിട്ടല്ല, പക്ഷെ അവർക്ക് അർജൻറ്റാണ്.
അതുകൊണ്ടാണ് എൻ്റെ ഹബീബിങ്ങളോട് ഈ വില പറയുന്നത്. ഇനി ഇതിന് നെഗോഷ്യബിൾ ചെയ്യാൻ വരരുതിട്ടില്ലേ. കാരണം എന്താ അറിയോ, അത്രയും താഴ്ത്തിയിട്ടാണ് നമ്മൾ ചാനലിൽ ഇത് ചെയ്തിരിക്കുന്നത്. എങ്കിലും 31 എന്തെങ്കിലും ചെറിയൊരു നീക്കുപോക്കലല്ലാതെ വലിയൊരു നീക്കുപോക്കുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് എൻ്റെ ഹബീബിൻ്റെ പ്രവാസി ഹബീബിൻ്റെയാണ്. പ്രവാസികളൊരു വീട് വിൽക്കണമെങ്കിൽ അതിലെ കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ചാനൽ കാണുന്ന കൂടുതലും പ്രവാസ ലോകത്താണ്. ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള കുവൈത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എല്ലാ മസ്കറ്റ്, ഒമാൻ, മസ്കറ്റ്, സലാല തുടങ്ങി എല്ലാ ഭാഗത്തുള്ളവരും നമ്മുടെ ചാനൽ കാണുന്നവരാണ്. പ്രത്യേകിച്ച് പ്രവാസികളാണ്. അതിങ്ങനെ ഷെയർ ചെയ്യുന്നു. അൽഹംദുലില്ലാ കച്ചവടം നടക്കുന്നു നിങ്ങൾ കാരണം. എനിക്ക് യാതൊരു സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോഴിക്കോടായിരുന്നു, മലപ്പുറത്ത് വീഡിയോ ചെയ്യാറുണ്ട്. അതിനൊക്കെ കാരണം നിങ്ങളാണ്. കാരണം നിങ്ങളാണ് എൻ്റെ ചാനൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളാണ് എനിക്ക് ഈ നിലയിലെത്താൻ കാരണം. നിങ്ങളാണ്. അൽഹംദുലില്ലാ നല്ല കച്ചവടം ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ചിലവർ കച്ചവടം ഉണ്ടോ വെച്ചാൽ ഇല്ല എന്നാണ് പറയാം. ഞാൻ പറയണം എന്താ പറയുക, അൽഹംദുലില്ലാ ഉണ്ട്. ഉള്ളതിനെ നമ്മൾ ഇല്ല എന്നൊരിക്കലും പറയരുത്. ചില ആൾക്കാരോട് ചോദിച്ചാൽ ഒരു പറയും കച്ചവടമൊന്നും ഇല്ലാന്ന്. അൽഹംദുലില്ലാ നമുക്ക് കച്ചവടമുണ്ട്. ആ കിട്ടുന്നതിൽ നിന്ന് ഞാൻ അൽഹംദുലില്ലാ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞു വരുന്നവർക്ക് മരുന്നോ മന്ത്രമായിട്ട് കൊടുക്കും. മരുന്ന് വാങ്ങി കൊടുക്കേണ്ടവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കുക, ഓണത്തിന് കിറ്റ് കൊടുക്കുക, റംസാൻ എന്തെങ്കിലും കൊടുക്കുക. ഇതൊക്കെ കിട്ടുന്നതിന് തന്നെയാണ്. ഞാനൊന്നും ആദ്യം ആർക്കും ₹1 കൊടുക്കാത്ത ആളായിരുന്നു. കാരണം ആദ്യം എൻ്റെ ഇല്ലാത്തപ്പോൾ കൊടുക്കാൻ പറ്റുമല്ലോ. ഭയങ്കര ഭാരാബ്ദമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അൽഹംദുലില്ലാ ഇപ്പോൾ ഒക്കെ റാഹത്താണ്. ആ ഭാരാബ്ദങ്ങളൊക്കെ വീടി അതൊക്കെ ഈ ബിസിനസ്സിൽ നിന്ന് തന്നെ, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്നതിന് മറ്റവന് ദാനധർമ്മം ചെയ്യണം. ആ ദാനധർമ്മം ചെയ്യുമ്പോൾ ₹10 നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ഉസ്താദുമാർ വീട്ടിൽ വന്നില്ല. എന്താണ്, ഒരു അനാഥാലയത്തിൻ്റെ പിരിവിര. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരുന്നില്ല, കുറച്ച് അരി തരുന്നില്ല പറഞ്ഞിട്ട് കുറച്ച് അരി അവിടെ ഏൽപ്പിച്ച് ഹോൾസെയിൽ കടയിൽ ഏൽപ്പിച്ച് പോന്നു. അപ്പോൾ അതൊക്കെ എന്ത് കാരണമാണ്, നിങ്ങളിൽ നിന്നും കിട്ടുന്നതിൻ്റെ ലാഭവിഹിതമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തരേണ്ടത് വാങ്ങുന്നവരൊരു ശതമാനം കമ്മീഷൻ മാത്രമാണ്, വേറെ ഒന്നും തരണ്ട. ആ കമ്മീഷൻ തരുന്നതിന് വികൃതം ഉണ്ടാക്കരുത്. കാരണം ഒരു വീട് വാങ്ങുന്നത് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ ശാപം ആ വീടുമ്പോൾ വെക്കരുത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇത് കിട്ടും, എന്തിനൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യണം, കച്ചവടം ചെയ്യണം. അപ്പോൾ ആ വീട് വിൽക്കുന്ന സമയത്ത് വാങ്ങാൻ വരുന്ന ആൾക്കാർ പറയാം അയാളൊന്നും അറിയണ്ടാന്ന്. നമ്മളറിയാതിരിക്കുമോ? കാരണം നമ്മൾ എല്ലാ ഭാഗത്തുകൂടി പോകണമല്ലേ, പിന്നെ കൊടുക്കണ്ടാന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ അറിയോ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ വീട് പോസ്റ്റിട്ട് ഞാനാണ്, നമ്മളെ പൈസ ഒന്ന് വഞ്ചിച്ചില്ലല്ലോ എന്നുള്ള എപ്പോഴും മനസ്സിലുണ്ടാവും. അതൊരു ശാപമായിട്ട് മാറരുത് നിങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് 31 ലക്ഷം ഈ കോഴിക്കോട് സമയങ്ങൾ ഉൾപ്പെടെ അടുത്ത വീഡിയോ കാണും വരയ്ക്കും. മഹസ്സലാമ.